അതിവേഗ വാർത്തകൾ ആരംഭിക്കുന്നു. സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം തുടരുന്നു. 11 ദിവസത്തെ നിരാഹാര സമരം കൂടിയാകുമ്പോഴും അനുനയ നീക്കത്തിനായി സർക്കാർ ശ്രമിക്കുമെന്നാണ് ആശമാരുടെ പ്രതീക്ഷ. സ്വന്തം നിലയ്ക്ക് അധിക വേതനം നൽകാൻ 10-ലധികം തദ്ദേശ സ്ഥാപനങ്ങൾ രംഗത്ത് വന്നെങ്കിലും സർക്കാർ അനുമതി ലഭിക്കേണ്ടതുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വർധനവിനുള്ള അപേക്ഷ നിരസിച്ചു സർക്കാർ. പുതിയ തസ്തികകളും ഉപകരണങ്ങളും വാങ്ങുന്നത് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന് വാദം. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതിനാൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ നയപരമായ തീരുമാനമില്ലെന്നും ആരോഗ്യവകുപ്പ്. മ്യാൻമറിൽ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കൂടുതൽ പേർ ഇനിയും കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ട്. റോഡുകളും പാലങ്ങളും തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നു. ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ഈജിപ്ത് ഖത്തർ കരാർ ഹമാസ് അംഗീകരിച്ചു. ബന്ദികളെ മോചിപ്പിക്കാനുള്ള വ്യവസ്ഥകളും കരാറിലുണ്ട്. ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥർ വഴി 2 ദിവസം മുൻപ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചതായും അത് പരിശോധിച്ച് അനുകൂല തീരുമാനമെടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തുവെന്ന് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യ അറിയിച്ചു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. സൗദി അറേബ്യയിൽ ശവ്വാൽ മാസപ്പിറവി കണ്ടതോടെയാണ് റംസാൻ 29 പൂർത്തിയാക്കി വിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. മാസപ്പിറ കണ്ടതായി UAE, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും സ്ഥിരീകരിച്ചു. XAI സ്റ്റാർട്ടപ്പിന് വേണ്ടി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ $33 ബില്യൺ വിറ്റ് ഇലോൺ മസ്ക്. XAIയുടെ വിപുലമായ AI ശേഷിയും വൈദഗ്ധ്യവും അപാരമായ സാധ്യതകൾ തുറക്കുമെന്ന് മസ്ക് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞു. കേരളത്തിൽ അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ കിട്ടും. എങ്കിലും പകൽ താപനിലയിൽ വലിയ മാറ്റമുണ്ടാകില്ല. ഇടുക്കിയിൽ അജ്ഞാത ജീവികളുടെ ആക്രമണത്തിൽ 2000 കോഴികൾ ചത്തു. രാജാക്കാട് മമ്മട്ടിക്കാനത്തെ കോഴി ഫാമിലെ കോഴികളാണ് അജ്ഞാത ജീവി ആക്രമിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി ഫാം ഉടമ ഉറക്കുന്നേൽ വീട്ടിൽ നരേന്ദ്രൻ പറഞ്ഞു. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലപ്പുറം വണ്ടൂരിൽ 2 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ബീഹാർ സ്വദേശികളായ ഗോപാൽ കുമാർ സന്നി, ശിവകുമാർ സന്നി എന്നിവരാണ് പിടിയിലായത്. കോഴിപ്പറമ്പ് നിന്നും മലപ്പുറം ഡാൻസ് ഓഫ് ടീമും വണ്ടൂർ പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. കേസ് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. കൊച്ചിയിൽ വൻ MDMA വേട്ട. നഗരത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 2 ഇടങ്ങളിൽ നിന്നാണ് രാസലഹരി കണ്ടെത്തിയത്. എളമക്കരയിൽ 500 ഗ്രാം MDMAയുമായി മുഹമ്മദ് നിഷാദിനെയും ആലുവയിൽ 47 ഗ്രാം MDMAയുമായി ഷാജിയെയുമാണ് പിടികൂടിയത്. കണ്ണൂർ കൂട്ടുപുഴയിൽ പോലീസ് ചെക്ക് പോസ്റ്റിൽ വൻ MDMA വേട്ട. ശനിയാഴ്ച രാവിലെ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കാറിൽ കടത്താൻ ശ്രമിച്ച ഏകദേശം 100ഓളം ഗ്രാം വരുന്ന MDMAയുമായി മലപ്പുറം സ്വദേശികൾ പിടിയിൽ. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് അലി, സഫ്ഹാൻ, ബാദുഷ എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറിന്റെ പിൻസീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA സൂക്ഷിച്ചിരുന്നത്. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടിയിൽ വൻ MDMA വേട്ട. 350 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിൽ. കോഴിക്കോട് സ്വദേശികളായ ലബീബ്, മുഹമ്മദ് അലി എന്നിവരാണ് പരപ്പനങ്ങാടി എക്സൈസിന്റെ പിടിയിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. തൃശൂരിൽ ബാലികയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ച കരാട്ടെ ട്രെയിനർക്ക് പോക്സോ കോടതിയുടെ ശിക്ഷ. അയ്യന്തൂർ സ്വദേശി സുരേഷ് കുമാറിനെയാണ് തൃശൂർ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2023 കരാട്ടെ പരിശീലനത്തിനായി എത്തിയ 10 വയസ്സുകാരിയെ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കൊല്ലം പനയത്ത് തർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ. പ്രതി അജിറ്റിനെ അഞ്ചാലമൂട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പനയം സ്വദേശി അനിൽകുമാറിനെ ഉത്സവത്തിന്റെ വിളക്കിനോടനുബന്ധിച്ചുണ്ടായ തർക്കത്തിനിടെ പ്രതി കുത്തുകയായിരുന്നു. ആക്രമണം തടയാൻ വന്ന യുവാവിനും കുത്തേറ്റു.
തൃശൂർ ശംഖുബസാർ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, കഠിന തടവും 4 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി രശ്മിത് ദേവൻ എന്നിവർക്കാണ് തൃശൂർ ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്. തൃശൂർ പാവറട്ടിയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്താൻ ഉത്തരവായി. ആലക്കര സ്വദേശി അഭിഷേകിനെതിരെയാണ് കാപ്പ ചുമത്തിയത്. 6 മാസക്കാലത്തേക്കാണ് പ്രതിയെ നാടുകടത്താൻ ഉത്തരവായത്. എറണാകുളം പറവൂരിൽ കണ്ടെയ്നറിന്റെ ബോഡി റോഡിലേക്ക് തെറിച്ചു വീണു അപകടത്തിൽ ഇരുചക്ര യാത്രികരായ കുടുംബത്തിന് പരിക്ക്. എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ മരത്തിന്റെ ശിഖരത്തിലിടിച്ച് വാഹനത്തിന്റെ ബോഡി റോഡിലേക്ക് വീഴുകയായിരുന്നു. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് പിന്നിൽ ട്രക്കിടിച്ച അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കാറിനും ലോറിക്കും പിന്നിൽ ട്രക്കിടിച്ചാണ് അപകടമുണ്ടായത്. തൃശൂർ ആളൂർ SHOക്ക് സസ്പെൻഷൻ. ലഹരി കേസുകൾ പെരുപ്പിച്ച് കാണിച്ച സംഭവത്തിലാണ് ആളൂർ SHO M ബിനീഷിനെ സസ്പെൻഡ് ചെയ്തത്. 3 പ്രതികളുണ്ടായിരുന്ന ഒരു ലഹരി കേസ് 3 കേസുകളായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അന്വേഷണത്തിൽ കേസുകൾ പെരുപ്പിച്ചു കാട്ടിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിന് തടസ്സം സൃഷ്ടിച്ചയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ എളനാട് സ്വദേശി അനീഷ് എബ്രഹാമിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. പ്രിയങ്കയുടെ വാഹന വ്യൂഹത്തിനിടയിൽ കാർ കയറ്റി ബ്ലോക്ക് ചെയ്ത ഇയാൾ പോലീസിനോട് തട്ടിക്കഴിഞ്ഞു. എറണാകുളത്ത് ട്രെയിനിടിച്ചു മരിച്ചയാളുടെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ച സംഭവത്തിൽ SIക്ക് സസ്പെൻഷൻ. ആലുവ പോലീസ് സ്റ്റേഷനിലെ SI സലീമിനെയാണ് റൂറൽ SP വൈഭവ് സക്സേന സസ്പെൻഡ് ചെയ്തത്. ട്രെയിനിടിച്ചു മരിച്ച രാജസ്ഥാൻ സ്വദേശിയുടെ പേഴ്സിൽ നിന്നാണ് SI പണം മോഷ്ടിച്ചത്. കൊച്ചി റിഫൈനറിയിൽ നിന്ന് പുറത്തു വന്ന രാസമാലിന്യമായ കാറ്റലിസ്റ്റ് കൊണ്ട് നിറയ്ക്കുകയാണ് അയ്യൻകുഴി പ്രദേശം. വായുജല ശബ്ദ മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുകയാണ് അയ്യൻകുഴിയിലെ 45 കുടുംബങ്ങൾ. അയ്യൻകുഴി നിവാസികളുടെ സമരം 140 ദിവസം പിന്നിട്ടു. ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി ഇന്ത്യ-റഷ്യ ഉഭയകക്ഷി ഉടമ്പടിയിൽ നാവിക അഭ്യാസത്തിന്റെ 14ാമത് പതിപ്പ് ചെന്നൈയിൽ ആരംഭിച്ചു. ഏപ്രിൽ 2 വരെയാണ് പരിപാടി. ഇന്ദ്ര എന്ന പേരിലായിരിക്കും അഭ്യാസ പ്രകടനം നടക്കുന്നത്. ഇരു നാവികസേനകളും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തെ കാണിക്കുന്നതാണ് അഭ്യാസ പ്രകടനം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഏപ്രിൽ 21 മുതൽ 27 വരെ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് നടക്കും. പരിപാടിയുടെ പ്രാദേശിക സംഘടന സമിതി യോഗം M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ആറളം ഫാമിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ കൂടുതൽ പണം അനുവദിക്കണമെന്ന് നിരീക്ഷണ സമിതി. സണ്ണി ജോസഫ് MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആറളം ഫാം നിരീക്ഷണ സമിതി യോഗത്തിലാണ് ആവശ്യമുന്നയിച്ചത്. മേഖലയിലെ 35 ഏക്കറോളം പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് ഇതിനായി 2 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചതായും അധികൃതർ യോഗത്തെ അറിയിച്ചു. കാട്ടാനകൾ താവളമാക്കാനിടയുള്ള കൂടുതൽ പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടുന്നതിന് ആവശ്യമായ പണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ലഭ്യമാക്കണമെന്ന് യോഗം ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വിവിധ തസ്തികകളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷാ പ്രക്രിയ ആരംഭിച്ചു. ആകെ 71 ഒഴിവുകളാണുള്ളത്. താൽപ്പര്യമുള്ളവരും യോഗ്യതരായ ഉദ്യോഗസ്ഥരും NCERTയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. ഏപ്രിൽ 24-നാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. തൃശൂർ കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷന്റെ പുനരുദ്ധീകരിച്ച സ്ലൈവർ പ്ലാന്റ് ഉദ്ഘാടനം സുരേഷ് ഗോപി MP നിർവഹിച്ചു. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായത്തോടു കൂടിയാണ് പ്ലാന്റ് പുനരാരംഭിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SSC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം കോട്ടക്കൽ നിയോജക മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു.
മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കുള്ള മട്ടുപ്ലാവ് കൃഷി മൺചട്ടി വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PT ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT അമീർ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്ത് കടൽ സംരക്ഷണത്തിനായും ലഹരിക്കെതിരെയായും ഏകതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് എറിക് സ്റ്റീഫന്റെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായ മെത്രാൻ ഡോക്ടർ ക്രിസ്തുദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃശൂർ മണലൂരിൽ കൊടകര കുഴൽപ്പണക്കേസിൽ BJP ഒഴിവാക്കിയ EDയുടെ നിലപാടിനെതിരെ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗം ജില്ലാ കമ്മിറ്റി അംഗം S. കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷത വഹിച്ചു. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം. നിലവിൽ വനം വകുപ്പ് അധീനപ്പെടുത്തിയിട്ടുള്ള ഈ പാതയിലൂടെ യാത്ര അനുവദനീയമല്ല. ശുചിത്വ ബോധവൽക്കരണത്തിനായി ചിത്രങ്ങൾ ഒരുക്കി ഒരു കലാകാരൻ. തൃശൂർ മച്ചാട് സ്വദേശി ഷാജു കുറ്റിക്കാടനാണ് പെയിന്റിങ്ങുകൾ തീർത്തത്. ശുചിത്വ സുന്ദര മച്ചാട് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഷാജു ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ദ്വിദിന സൈബർ സുരക്ഷാ ശില്പശാല നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രോണിക് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയവും അമൃത സർവകലാശാലയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഫോളോബ്രിക്സ് കമ്പനി തുരുമ്പെടുത്ത് നശിക്കുന്നതിൽ റീത്ത് സ്ഥാപിച്ച് പ്രതിഷേധിച്ചു. പൂവച്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കട്ടൈക്കോട് തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കുട്ടനാട്ടിൽ നെല്ല് സംഭരണ പ്രതിസന്ധിക്കിടെ പ്രതിഷേധ സമരം നടത്തി. സമരം കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറി ടോമിച്ചൻ അയ്യൂരുകുളങ്ങര ഉദ്ഘാടനം ചെയ്തു. പാടി മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥരും മില്ലുടമകളും ഇപ്പോൾ നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ സർക്കാർ ഉണർന്നു പ്രവർത്തിക്കണമെന്നും അനാവശ്യ കിഴിവ് ഈടാക്കി കർഷകരുടെ ആത്മവീര്യം തകർക്കരുതെന്നും സമരത്തിൽ ആവശ്യപ്പെട്ടു. തൃശൂർ വെള്ളാനിക്കരയിൽ കാർഷിക സർവകലാശാല ജനറൽ കൗൺസിലിന് മുന്നിൽ പെൻഷൻകാരുടെ പ്രതിഷേധം. പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ നൽകാത്തതിൽ പ്രതിഷേധിച്ച് ജനറൽ കൗൺസിലിന് മുന്നിൽ ധർണ നടത്തി. കാർഷിക സർവകലാശാലയിൽ നിന്നും വിരമിച്ച അധ്യാപക അനധ്യാപക തൊഴിലാളി വിഭാഗം പെൻഷൻകാരുടെ ആനുകൂല്യങ്ങളാണ് നൽകാത്തത്. തൃശൂരിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി. ആദ്യഘട്ടം എന്ന നിലയിൽ എല്ലാ പ്രവർത്തകരും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാടിൽ ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. ജോയിന്റ് കൗൺസിൽ നെടുമങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി ജോയിന്റ് കൗൺസിൽ ചെയർമാൻ KP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് JK ഷിബു അധ്യക്ഷത വഹിച്ചു. തൃശൂരിൽ സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടക്കുന്ന ഡി-ഹണ്ടിന്റെ ഭാഗമായി പിടിച്ചെടുത്ത കഞ്ചാവും MDMAയും നശിപ്പിച്ചു. തൃശൂർ സിറ്റി ഡ്രഗ്സ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. തിരുവനന്തപുരം വർക്കലയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി വടശ്ശേരിക്കോണം ജുമാ മസ്ജിദ് നാടിന് മാതൃകയായി. ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ഉണർവ് പരിപാടിയുടെ ഭാഗമായി നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നാടിന് മാതൃകയായി. വർക്കല പോലീസ് ഗ്രേഡ് ASI CJ ബിജു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. മലപ്പുറം ചങ്ങരംകുളത്ത് ലഹരിക്കെതിരെ കാലോചിത നിയമ നിർമ്മാണം നടപ്പാക്കാൻ സർക്കാർ സന്നദ്ധമാകണമെന്ന് പന്താവൂർ ഈർഷാദിൽ നടന്ന മാധ്യമപ്രവർത്തകരുടെ ടേബിൾ ടോക്കിൽ അഭിപ്രായപ്പെട്ടു. ലഹരിക്കെതിരെ നടന്നുവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ച പരിപാടി. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ലഹരി ഉപയോഗത്തിനെതിരായി ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ യാത്ര വാർഡ് മെമ്പർ ആന്റോ തൊറയിൽ ഉദ്ഘാടനം ചെയ്തു. AR റോഡ് ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ സമാപിച്ചു. തൃശൂർ കാഞ്ഞാണി അന്തിക്കാട് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നവീകരിച്ച ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 1 നടക്കുമെന്ന് അറിയിച്ചു. അന്തിക്കാട് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ പ്രവർത്തന മേഖലയായി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി അന്തിക്കാട് സെന്ററിൽ പ്രവർത്തിച്ചു വരികയാണ്. സാധാരണക്കാരുടെ അഭയകേന്ദ്രമായി സർക്കാർ നിയന്ത്രണത്തോടെയാണ് പ്രവർത്തനം. തൃശൂർ മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിയും സദസ്സും സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും LP സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് സദസ്സും റാലിയും സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം VN സർജിത്ത് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കട്ടേക്കോട് വിഗ്യാൻ കോളേജ് ലഹരി വിരുദ്ധ റാലി നടത്തി. കട്ടേക്കോട് ശാസ്തഗിരിയിൽ പ്രവർത്തിക്കുന്ന വിഗ്യാൻ കോളേജിലെ NSS വിദ്യാർത്ഥികളാണ് ലഹരി വിരുദ്ധ റാലിയും പ്രതിജ്ഞയും ഫ്ലാഷ് മോബും അവതരിപ്പിച്ചത്. ആധുനിക ലോകത്തെ ഭീഷണിയായി വളർന്നു വരുന്ന ലഹരി മയക്കുമരുന്ന് മാഫിയക്കെതിരെ യുവതലമുറയെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റാലി. തൃശൂർ അമ്മാടം പാറളത്തെ മഹാത്മാ LP സ്കൂളിന്റെ 77ാമത് ആനുവൽ ഡേ ആഘോഷിച്ചു. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. 4ാം ക്ലാസ്സിൽ നിന്നും ജയിച്ചു പോകുന്ന കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണവും ചടങ്ങിൽ നടന്നു. മലപ്പുറം വളാഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MT അസീസ് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം വളാഞ്ചേരി MES കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ഈദ്ഗാഹിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെറിയ പെരുന്നാൾ ദിവസം രാവിലെ 7 നടക്കുന്ന ഈദ്ഗാഹിന് വളാഞ്ചേരി മസ്ജിദ് റഹ്മാൻ ഖത്വബീബ് P. അബ്ദുൾ റഹ്മാൻ നേതൃത്വം നൽകും. ഈ വർഷത്തെ ഈദ്ഗാഹിൽ നിന്നുള്ള വരുമാനത്തിന്റെ പകുതി സംഖ്യ വളാഞ്ചേരി പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റിക്കും പകുതി പലസ്തീൻ ഫണ്ടിലേക്കും നൽകുവാൻ തീരുമാനിച്ചതായി സംഘാടകർ അറിയിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകർക്ക് പുറമെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ദേവാലയമായ തൃശൂർ ചെയർമാൻ ജുമാ മസ്ജിദിൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മഹല്ല് പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA, മുൻ MP TN പ്രതാപൻ തുടങ്ങിയവർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. തൃശൂർ വെങ്കിടങ്ങിൽ മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. അശരണരുടെയും കഷ്ടപ്പെടുന്നവരുടെയും കണ്ണീരൊപ്പാൻ CH മുഹമ്മദ് കോയ എന്നും മുന്നിലായിരുന്നുവെന്ന് ഓണംപള്ളി മുഹമ്മദ് ഫൈസി പറഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട് മഞ്ചാബ് പൊന്നുമംഗലം തമ്പുരാൻ ക്ഷേത്രവും നഗരസഭയിലെ THS വാർഡും സംയുക്തമായി മതസൗഹാർദ്ദ സ്നേഹവിരുന്ന് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇഫ്താറിൽ സമീപ പ്രദേശങ്ങളിലെ മുസ്ലിം പള്ളി ഇമാമും ചർച്ച് വികാരിയും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ജാതി മത ഭേദമന്യേ പങ്കെടുത്തു. ആലപ്പുഴ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിന് മികച്ച NSS യൂണിറ്റിനുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അവാർഡ് ലഭിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസറായി മനോജ് സേവ്യറിനെയും മികച്ച വളണ്ടിയറായി S. ഹരികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അവാർഡുകൾ വിതരണം ചെയ്തു. തൊഴിലുറപ്പ് വേതനം വർദ്ധിപ്പിച്ച പ്രധാനമന്ത്രിക്ക് അഭിനന്ദന കത്തയച്ച ആലപ്പുഴ തലവഴി പഞ്ചായത്തിലെ 11ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 369 രൂപയായി വർദ്ധിപ്പിച്ചതിന് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പോസ്റ്റ് കാർഡ് അയച്ചത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മണലൂരിൽ BJP മണലൂർ മണ്ഡലം സമ്പൂർണ്ണ സന്ധി യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ കുടിവെള്ള സ്രോതസ്സുകളും കർഷകരുടെ കൃഷിയിടങ്ങളും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ SNDP യോഗം മനക്കുടി ശാഖയുടെ ശ്രീനാരായണ ഗുരുമന്ദിരത്തിലെ ഗുരുദേവ പ്രതിഷ്ഠാ ദിനം നടന്നു. സ്വാമി ആനന്ദഗിരി പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് കാർമ്മികനായി ശാഖാ പ്രസിഡന്റ് പുരുഷോത്തമൻ മേനോത്ത് പറമ്പിൽ അധ്യക്ഷനായി. തൃശൂർ ഭരണി അന്നദാന മഹായജ്ഞം സംഘടിപ്പിച്ചു. ഭരണി അന്നദാന യജ്ഞ സമിതിയുടെയും കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടിക്ക് രാജരാജ കുഞ്ഞുണ്ണി രാജഭദ്രദീപം കൊളുത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ K. രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരത്ത് 68ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന് ഇന്ന് കൊടിയേറും. ഒന്നാം ഘട്ട തീർത്ഥാടനം ഏപ്രിൽ 6-ന് സമാപിക്കും. തുടർന്ന് രണ്ടാം ഘട്ട തീർത്ഥാടനം ഏപ്രിൽ 17-ന് ആരംഭിക്കും. ഏപ്രിൽ 19 ശനിയാഴ്ച രണ്ടാം ഘട്ട തീർത്ഥാടനത്തിന് കൊടിയിറങ്ങും. തിരുവനന്തപുരം നെടുമങ്ങാടിൽ മുൻ KPCC ആക്ടിംഗ് പ്രസിഡന്റും പാർലമെന്റ് അംഗവുമായിരുന്ന തലേക്കുന്നിൽ ബഷീറിന്റെ അനുസ്മൃതി സംഘടിപ്പിച്ചു. പൂഴി ടിപ്പു കൾച്ചർ സൊസൈറ്റിയുടെയും ഗാന്ധിയൻ കർമ്മവേദിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സ്മൃതി DCC ജനറൽ സെക്രട്ടറി ആനാട് ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ ടിക്കറ്റ് കൗണ്ടർ വഴിയെടുക്കുന്ന ടിക്കറ്റുകൾ ഓൺലൈൻ വഴി റദ്ദാക്കാനുള്ള സൗകര്യമൊരുക്കി ഇന്ത്യൻ റെയിൽവേ. IRCTC വെബ്സൈറ്റിൽ ഇതിനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഓൺലൈൻ വഴി റദ്ദാക്കിയ ടിക്കറ്റിന്റെ പണം റിസർവേഷൻ കൗണ്ടറിലെത്തി തിരിച്ചുവാങ്ങും. റീസെൻസറിംഗ് കഴിഞ്ഞ് എമ്പുരാന്റെ എഡിറ്റ് പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിലെത്തും. ആദ്യ 30 മിനിറ്റിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപരംഗങ്ങൾ കുറയ്ക്കും. കേന്ദ്ര സർക്കാരിനെതിരായവരെ ദേശീയ ഏജൻസി കേസിൽ കൊടുക്കുന്നതായി കാണിക്കുന്ന ഭാഗങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്തും. ചാറ്റ് GPTയുടെ ജൂബിലി സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡിനൊപ്പം ചേർന്ന തരുൺ മൂർത്തി തുടരും എന്ന സിനിമയിലെ മോഹൻലാലും ശോഭനയും ഉൾപ്പെടുന്ന പോസ്റ്ററിന്റെ ജിബിലി വേർഷനാണ് തരുൺ മൂർത്തി പങ്കുവച്ചിരിക്കുന്നത്. ട്രെൻഡ് തുടരുമെന്ന ക്യാപ്ഷനോടെയാണ് അദ്ദേഹം പങ്കുവച്ചത്. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണ് തുടരും. സൗബിൻ ഷാഹിർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു. തട്ടും വെള്ളാട്ടം എന്നാണ് ചിത്രത്തിന്റെ പേര്. തെയ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന സിനിമയുടെ രചന K. അഖിലും മൃദുലും ചേർന്ന് നിർവഹിച്ചിരിക്കുന്നത്. മൃദുൽ നായരാണ് സംവിധായകൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും രണ്ടാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും. ഉച്ചയ്ക്ക് 3:30 ഡൽഹി ക്യാപിറ്റൽസും സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. വൈകിട്ട് 7:00 രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും ഏറ്റുമുട്ടും. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് 2ാം തോൽവി. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് 36 റൺസിന് തോൽവി ഏറ്റുവാങ്ങി. 41 പന്തുകളിൽ 63 റൺസെടുത്ത ഓപ്പണർ സായ് സുദർശനാണ് ടൈറ്റൻസിന്റെ ടോപ്പ് സ്കോർ. ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഇന്നലെയുണ്ടായ IPL മത്സരത്തിൽ സൂര്യകുമാർ യാദവിന്റെ ഹെൽമറ്റിൽ ബോൾ കൊണ്ടു. മുംബൈ ഇന്നിംഗ്സിന്റെ 14ാം ഓവറിൽ സൂര്യകുമാർ യാദവ് ഒരു ചെറിയ സ്ലോ ബോൾ എടുക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഹെൽമറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടുകയായിരുന്നു. ബോൾ കൊണ്ടപ്പോൾ തന്നെ ആരാധകർ തന്റെ ആശങ്കകൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന് ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് തകർത്ത് ബംഗളൂരു FC സെമി ഫൈനലിൽ. ആദ്യ പകുതിയിൽ 2 ഗോളുകളും രണ്ടാം പകുതിയിൽ 3 ഗോളുകളുമായി ബംഗളൂരു കളം നിറക്കുകയായിരുന്നു. സെമിയിൽ FC ഗോവയുമാണ് ബംഗളൂരുവിനെ ഏറ്റുമുട്ടിയത്. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു.